ഇറ്റ്സ് മീ സവിത ചാൾസ് ഫ്രം പുത്തുരാൻസ്. നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളതും പ്രീമിയം റേഞ്ചിൽ വന്നിട്ടുള്ള ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. വന്നിരിക്കുന്നത് ഒരു ലൈറ്റർ ടോണിലാണ്, ക്രീം കളറിലാണ്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ കോട്ടണിൽ തന്നെ ജക്കാർഡ് അങ്ങനത്തെ ഒരു ബൂട്ട പോലത്തെ ഒരു വർക്ക് ഇതിനകത്ത് പോകുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ. പ്രൈസ് 269 രൂപ, 269 റുപ്പീസ് പെർ മീറ്ററിലാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നമുക്കൊരു വിഷു കളക്ഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലത്തെ കളറിലുള്ള പ്രിൻറ്റുകളും അതുപോലത്തെ പ്രിൻറ്റുകളൊക്കെയാണ്, ഫ്ലവേഴ്സിൻ്റെ പ്രിൻറ്റുകളൊക്കെയാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ക്രീം കളറിനകത്ത് തന്നെ ഒരു പ്ലാന്റിൻ്റെ ഒരു പ്രിൻ്റാണ് ഇതിനകത്ത് പോകുന്നത്. എല്ലാം സ്ക്രീൻ പ്രിൻ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പ്രീമിയം റേഞ്ചിലുള്ള ഒരു ഫാബ്രിക്കാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കാണ്. ഇതിനകത്ത് തന്നെ ചെറിയൊരു ബൂട്ടയുടെ ഒരു വീവിങ് പാറ്റേണിലുള്ളൊരു ഇതിങ്ങനെ പോകുന്നുണ്ട്. കുറച്ചുകൂടി ക്ലോസ് വ്യൂവിൽ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ അത് ക്ലിയർ ആകും. അങ്ങനെ ചെറിയ ബൂട്ട പോലത്തെ ഒരു വീവിങ് പാറ്റേൺ അതിൻ്റെ ഉള്ളിൽ ഇന്നർ പാർട്ടിലാണ് അത് വീവ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. പക്ഷെ പുറത്തോട്ട് അതിൻ്റെ ആ ഒരു ഡിസൈനാണ് പുറത്തോട്ട് ഇങ്ങനെ കാണുന്നത്. അകത്ത് അതിൻ്റെ ത്രെഡ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. 269 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം. ലൈനിങ് ഇട്ട് വേണം ചെയ്യാനായിട്ട്. വളരെ സോഫ്റ്റും അതുപോലെ എന്താ പറയുക, ട്രാൻസ്പെറൻറ്റ് പോലത്തെ ഒരു ഫാബ്രിക് തന്നെയാണ്. അധികം ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലില്ല. ഇതൊരു പ്രീമിയം റേഞ്ചിലുള്ളതായതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇത് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു ഗ്രീൻ കളറിലുള്ള പ്രിൻ്റാണ്. ഇങ്ങനെയാണിത് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇനി വിഷുവിനൊക്കെ വെയർ ചെയ്യാവുന്ന പോലത്തെ ഒരു കളക്ഷൻ തന്നെയാണ്. ഇതിൻ്റെ തന്നെ ഒരു കളറും കൂടെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു വിഷു കളക്ഷൻ എന്ന് പറയുന്ന പോലത്തെ ഒരു യെല്ലോ കളറിലേക്കാണ് ഇതിൻ്റെ പ്രിൻറ്റ് പോകുന്നത്. ഒരു യുണീക്കായിട്ടുള്ള ഒരു പ്രിൻ്റ് ആയതുകൊണ്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാനൊക്കെ കഴിയും. ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു കളർ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇതിനകത്തും ആ ഒരു വീവിങ് പാറ്റേണിലുള്ള ബൂട്ട പോലത്തെ ഒരു ജക്കാർഡ് വർക്ക് ഇതിനകത്തും പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും ഞാൻ പറയുന്നത് പോലെ തന്നെ നമുക്ക് വിഷുവിനൊക്കെ വെയർ ചെയ്യുന്ന പോലെ യെല്ലോയും ഗ്രീനും ഒക്കെ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ്. സെയിം ഫാബ്രിക് സെയിം തന്നെയാണ്. അതായത് ആ ഒരു വീവിങ് ഇതിനകത്ത് പോകുന്നുണ്ട്. നമ്മളിത് വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കളർ വരുന്നത്. ജാലി ടൈപ്പിലുള്ള ഒരു പ്രിന്റ് പോലെയാണ് ഈ ഒരു കളർ വരുന്നത്. കുറച്ചും കൂടെ ക്രീം ആണെങ്കിലും കുറച്ചും കൂടെ ജാലി പോലത്തെ പ്രിന്റ് പോകുന്നതുകൊണ്ട് കുറച്ചും കൂടെ കളർഫുള്ളായിട്ട് നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഗ്രീനും പീച്ചും കൂടെ ആയിട്ടുള്ളൊരു കളറിലാണ്. ജാലി പോലത്തെ പ്രിൻ്റ് തന്നെയാണ്. അധികം ക്വാണ്ടിറ്റി ഒന്നും ഇല്ല കേട്ടോ. ഓരോ ഡിസൈനിലും കുറച്ച് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇത് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്, ഈ ഒരു പാറ്റേണിലാണ് ഈ ഒരു കളർ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു പിങ്ക് കളറും റെഡ് കളറും കൂടെ മിക്സ് ആയിട്ടുള്ള കളറിലാണ്. ഞാൻ പറയുന്നത് പോലെ ഇതെല്ലാം നമ്മുടെ ഫെസ്റ്റിവലിന് വെയർ ചെയ്യാവുന്ന പോലത്തെ ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു കളർ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. കോട്ടണിൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡിസൈനാണ്. കുറച്ചും കൂടി പാർട്ടി വെയറൊക്കെ ആയിട്ട് നമ്മുടെ ഐഡിയ പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഡിസൈനുള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ കാണുന്നതും ഇതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു വീവിങ്ങിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ആണ് ഇതിൻ്റെ വീവിങ് പാറ്റേൺ പോകുന്നത്. ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഒരു ബേബി യെല്ലോ എന്ന് പറയുന്ന കളറിലേക്കാണ് ഇത് പോകുന്നത്. ബൂട്ടയാണ് പ്രിൻ്റ്. അത് കൂടാതെ തന്നെ ഇതിനകത്തും വീവിങ്ങിലുള്ള ഒരു ജക്കാർഡ് വർക്ക് പോലത്തെ ഒരു പാറ്റേൺ കൂടെ ഇതിനകത്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് വിഷുവിനൊക്കെ വെയർ ചെയ്യാവുന്ന പോലത്തെ കളക്ഷൻ തന്നെ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇതെല്ലാം പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ്. അപ്പോൾ ജയ്പൂർ കോട്ടൺ ആകുമ്പോൾ അധികം തന്നെ പ്ലാന്റ്സിൻ്റെ ഓരോ പാർട്ടിൻ്റെ ഡിസൈൻ ആയിരിക്കും പ്രിൻ്റായിട്ട് വരുന്നത്. ഇതിൻ്റെ തന്നെ ഒരു കളറും കൂടെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ കണ്ടത് ഒരു ക്രീം കളറിനകത്ത് ഒരു ബേബി യെല്ലോ കളറിനകത്തേക്ക് ഒരു ഗ്രീനും അതിൻ്റെ ഗ്രീനിൻ്റെ തന്നെ 2 ടോണിലുള്ള പ്രിൻറ്റുകളാണ് ബൂട്ടിയായിട്ട് പോയത്. ഇപ്പോൾ കാണുന്നതും ഒരു ക്രീമിഷ് ആയിട്ടുള്ള കളറിലേക്ക് ബ്ലൂവും ഗ്രേയും കൂടെ ആയിട്ടുള്ള കളറിലുള്ള പ്രിൻ്റാണ് ബൂട്ടയായിട്ട് പോകുന്നത്. ഇതിനകത്തും ആ ഒരു വീവിങ് പാറ്റേൺ പോകുന്നുണ്ട്. ജക്കാർഡ് പോലത്തെ ഒരു വീവിങ് പാറ്റേൺ ഇതിനകത്തും ബൂട്ട പോലെ പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ ബൂട്ട പോലത്തെ പ്രിൻ്റ് തന്നെയാണ്. ഇപ്പോൾ ഈ കണ്ട അതേ വീവിങ് പാറ്റേൺ ആണ്. ഇതിൻ്റെ പ്രിൻറ്റിനാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഒരു ഗ്രേയും ഗ്രീനും കൂടെ ആയിട്ടുള്ള കളറിലാണ് കേട്ടോ അത് വരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഇതേ ഫാബ്രിക്കിൽ തന്നെ ഒരു പിങ്കും ബ്ലൂവും കൂടെയുള്ള കളർ കോമ്പിനേഷനിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വളരെ സോഫ്റ്റും അതുപോലെ തന്നെ ലൈറ്റും ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഈ ഒരു ഡിസൈൻ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ എല്ലാം തന്നെ വരുന്നത്. 269 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിലാണ്. നമ്മളിന്ന് കണ്ടതൊരു വിഷു കളക്ഷൻ എന്ന് നമുക്ക് പറയാം. അതുപോലത്തെ ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവർ 8891060225 കോൺടാക്റ്റ് ചെയ്യണേ.
ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.